ഹലോ, എല്ലാവരും ഓണമൊക്കെ നന്നായില്ലേ? ഓണമൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഒന്ന് വീഡിയോ ഇടുന്നത്. കുഞ്ഞു കുഞ്ഞു ക്ലിപ്സേ ഉള്ളൂ ഈ വീഡിയോയിൽ. ഇത് നമ്മൾ ലാസ്റ്റായിട്ട് പുറത്തേക്ക് ചെയ്ത് കൊടുത്ത വർക്കാണ്. അതോടുകൂടി ഞാൻ അവസാനിപ്പിച്ചു. ഉത്രാടത്തിൻ്റെ തലേദിവസം ഞാനിത് തുന്നി മാറ്റിയിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഉത്രാടവും തിരുവോണവും ഒക്കെ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഡ്രസ്സ് തുന്നാനുള്ള സമയമായിരുന്നു. അതുവരെ മാത്രമാണ് പുറത്തേക്കുള്ളത് തുന്നിയിട്ടുണ്ടായിരുന്നത്. ആ ഒരു സ്കേർട്ട് നമ്മൾ പാനൽ കട്ടിലാണ് തുന്നിയത്. തുണി വളരെ കുറവായിരുന്നു കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു ക്രോപ്പ് ടോപ്പും നെക്കിൽ ടൈ വരുന്ന ഒരു പാറ്റേണാണ്. ബാക്കിൽ ഒരു ബോ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്കിൽ ഹുക്കാണ് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഹെഡ് ബാൻഡും ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ് ഈ ഒരു ഡ്രസ്സിൻ്റെ ഒരു പാറ്റേൺ. യൂഷ്വലി നമ്മളെപ്പോഴും കാണുന്ന കുട്ടികൾക്ക് ചെയ്യണ ഒരു പാറ്റേൺ തന്നെ. കൂടുതൽ പ്രത്യേകതകളോ അല്ലെങ്കിൽ വ്യത്യാസങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഇതിന് ശേഷമാണ് കേട്ടോ എനിക്കും എൻ്റെ കുട്ടിക്കും ഞാൻ തുന്നാൻ വേണ്ടിയിട്ട് പോണത്. അപ്പോൾ നമ്മൾക്ക് തുന്നാൻ വേണ്ടിയിട്ട് ഇവിടെ എൻ്റെ കയ്യിൽ ഒരു പട്ടുപാവാടയുടെ തുണി ഇരുന്നിരുന്നു. സാരിയൊന്നുമല്ല, ഒരു പട്ടുപാവാടയുടെ മെറ്റീരിയലായിട്ട് തന്നെ ഒരാൾ തന്നതാണ് കേട്ടോ. പക്ഷേ ഇത് തുണി വളരെ കുറവാണ്. പിന്നെ ഇതിൻ്റെ താഴത്ത് ഒരു പിങ്ക് ബോർഡർ ഉണ്ടായിരുന്നേ, അത് ഞാൻ കട്ട് ചെയ്ത് ഒഴിവാക്കി. അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇത് കുറേ നാളായിട്ട് എൻ്റെ കയ്യിൽ ഇരിക്കുന്നൊരു തുണിയാണ്. അപ്പോൾ ഈ ഒരു പിങ്ക് ബോർഡർ ഉള്ളത് ഞാൻ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് അതിന് പകരം ആ പീക്കോക്ക് ഗ്രീൻ കളറിൽ പോളിക്കോട്ടൻ്റെ ഫാബ്രിക്കാന്ന് തോന്നുന്നു, അതിരുന്നിരുന്നു. അപ്പോൾ ആ ഫാബ്രിക് ഈ ഒരു വിഡ്ത്തിൽ വെച്ച് തയ്ച്ച് കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ ഞാൻ. അങ്ങനെ ആകുമ്പോൾ എൻ്റെ സെറ്റ് മുണ്ടിൻ്റെ ബ്ലൗസിലേക്ക് ഇത് മാച്ചാവും. അത് ഏകദേശം ഈ ഒരു ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന ഒരു ബ്ലൗസ് പീസാണ് കേട്ടോ ആ മുണ്ടിൻ്റെ. അപ്പോൾ അതിലേക്ക് ഇത് മാച്ചാവും. ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈൻ എന്താണോ അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അത്ര സമയമുള്ളൂ കേട്ടോ. അപ്പോൾ ഉത്രാടത്തിൻ്റെ അന്നാണ് ഇത് ഞാൻ തുന്നാനായിട്ട് എടുക്കുന്നത്. രാവിലെ അത് നമസ്ക്ക് തുന്നാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് വേഗം തയ്യൽ പരിപാടികളിലേക്ക് കടക്കാം കേട്ടോ. ആക്ച്വലി ആ ഒരു പീകോക്ക് ഗ്രീൻ ബോർഡർ ആ പട്ടുപാവാടയിലേക്ക് വന്നപ്പോൾ അത് നല്ല രസമായിട്ട് തോന്നി കേട്ടോ. ആ പിങ്ക് ബോർഡറിൽ ഒരു മിറർ വർക്കൊക്കെ ഉള്ള എന്തോ ഒരു ബോർഡറായിരുന്നു. അത് കട്ട് ചെയ്ത് ഒഴിവാക്കി ഈ പാവാടയുടെ എൻഡിലേക്ക് ഈ ഒരു പീസ്, ഇതിപ്പോൾ ഒരു 4-5 വീതി ഉണ്ടാവും. അപ്പോൾ അത് വെച്ച് സ്റ്റിച്ച് ചെയ്തപ്പോൾ തന്നെ പാവാടയ്ക്ക് നല്ലൊരു ഭംഗി വന്നു കേട്ടോ. പിന്നെ അധികം പ്ലീറ്റ്സ് ഇല്ലെങ്കിലും നമ്മൾ നന്നായിട്ട് അയൺ പ്ലീറ്റ് ചെയ്തെടുത്തത് കൊണ്ട് അതിൻ്റെ ഒരു ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. അത് രസമായിട്ട് നിന്നു. ഒരുപാട് ഇങ്ങനെ ഫ്ലയർഡ് ആയിട്ടുള്ളൊരു പട്ടുപാവാട അല്ലെങ്കിൽ പോലും എനിക്കിത് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും, ഞാൻ യൂഷ്വലി 4 മീറ്റർ വെച്ചിട്ട് ആണ് 3.5-4 മീറ്ററൊക്കെ വെച്ചിട്ടാണ് കുട്ടികൾക്ക് പാവാട തുന്നാറുള്ളത്. ഞാനിത് തുന്നിക്കഴിഞ്ഞപ്പോൾ ആലോചിച്ചു, ഓക്കെ കുഴപ്പമില്ല, അത് വേറൊരു ഭംഗി, ഇത് വേറൊരു ഭംഗിയും തോന്നി കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മുടെ കയ്യിൽ ഒന്നുമില്ല, നമുക്കൊന്ന് പുറത്ത് പോവും വേണം കേട്ടോ. അപ്പോൾ അങ്ങനെ പുറത്ത് പോയിട്ട് 1-2 ലേസ് ഡോരി സിബ് കാര്യങ്ങളൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ട്, ബട്ടൺസൊക്കെ. അത് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ എൻ്റെ ബ്ലൗസ് തുന്നാനുള്ള ഒരു പാറ്റേൺ കട്ട് ചെയ്തു. ഇതിലൊരു താജ്മഹൽ പണിയണതൊക്കെ ആയിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ ഒരു വള്ളിക്കുടിയിൽ പോലും കുത്താനുള്ള സമയമില്ല എന്ന് ഞാൻ എന്നെ തന്നെ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ട് ഞാൻ സാധാരണ ഒരു പ്രിൻസസ് കട്ട് ബ്ലൗസിന് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തു കേട്ടോ. വൈകുന്നേരം 8-8:30 ആ തുന്നി കഴിഞ്ഞപ്പോൾ നെക്സ്റ്റ് ഡേ ആണത്. ഞാൻ എൻ്റെ ബ്ലൗസ് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ആമ്പൽ പൂക്കളുടെ ഡിസൈനുള്ള അഭിരാമത്തിൻ്റെ ആമ്പൽ എന്ന് പറഞ്ഞിട്ടുള്ള സെറ്റ് മുണ്ടാണ് കേട്ടോ. ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഓണക്കോടിയായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. വീഡിയോ വ്ളോഗായിട്ടും കുഞ്ഞു ഷോർട്ട് വീഡിയോ ആയിട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല രസമായിട്ടുള്ള സിൽക്ക് പോലത്തെ ഒരു തുണിയാണ് അതിൻ്റെ. നല്ല തുണിയാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഇപ്പോൾ ഇത് രണ്ടും കൂടെ കാണുമ്പോൾ നല്ല മാച്ചിങ് ആയിട്ട് തോന്നുന്നില്ലേ? ഞാൻ എൻ്റെ ഒരു മോഹത്തിന് ഒരു സ്കാലപ്പ് ഡിസൈൻ താഴെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് അത്ര ഭംഗിയായിട്ട് വന്നില്ല കേട്ടോ. അത്ര ഫിനിഷിങ്ങിലൊന്നും വന്നില്ല. നല്ല തിരക്കിലാണ് അത് സ്റ്റിച്ച് ചെയ്തത്. അപ്പോൾ അതിലേക്ക് അത്രയ്ക്ക് അങ്ങ് ആത്മാർത്ഥത കൊടുക്കാനായിട്ട് പറ്റിയില്ല. ഈ ടോപ്പിന് ബാക്ക് സിപ്പ് ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് കേട്ടോ പാവാട. ഒരു 1.5 ഇഞ്ചോളം പ്ലീറ്റ് സൈസിലാണ് എടുത്തിട്ടുള്ളത്. കാരണം തുണി വളരെ കുറവായിരുന്നതുകൊണ്ട് ഇങ്ങനെ എടുക്കാൻ പറ്റിയിട്ടുണ്ടായുള്ളൂ. പിന്നെ ആ പ്ലീറ്റ്സ് നല്ല രീതിക്ക് അയൺ ചെയ്തിട്ടത് കൊണ്ട് അതിൻ്റെ ഒരു ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. കുട്ടികൾ വേഗം വലുതാവല്ലേ. ഞാൻ നമസ്ക്ക് മുന്നേ തയ്ച്ച പട്ടുപാവാടയൊക്കെ പിറക്കല്ലാണ്ടായിരിക്കുന്നു. അപ്പോൾ ഇതിപ്പോൾ പാവാടയുടെ ലെങ്ത്ത് മാത്രം 27 ഇഞ്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അമ്പലത്തിൽ പോകാൻ റെഡിയായിട്ട് ഞാൻ വന്നിട്ടുണ്ട്. ഞാൻ ഈ ബ്ലൗസ് ഇട്ട് കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു ക്ലിപ്പ് എടുക്കുന്നത്. എനിക്കിങ്ങനത്തെ ക്ലിപ്പിൽ അത്ര നന്നായിട്ട് പോസ് ചെയ്യാനൊന്നും അറിയില്ല. എനിവേ ഇത് നല്ലൊരു കളർ കോമ്പിനേഷനായിട്ട് എനിക്ക് തോന്നി. എനിക്ക് ചേരുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾ കണ്ടിട്ട് പറയാം. അപ്പോൾ ഈ തവണത്തെ എൻ്റെ ഓണം 10% അമ്പലത്തിലും 80% അടുക്കളയിലും 10% എൻ്റെ വീട്ടിലായിട്ട് അങ്ങനെ അവസാനിക്കേണ്ടായത് കേട്ടോ. അമ്പലത്തിൽ പോണതിന് മുന്നേ ഞാൻ പിടിച്ചിരുത്തി ഒരു ഫോട്ടോ എടുത്ത് എനിക്കറിയാം പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് വന്നിട്ട് വലിയ ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് കേട്ടോ. നമ്മൾ പണികളിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ ഫോൺ അവിടെ വെക്കും. അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തി. നല്ല തിരക്കായിരുന്നു. തിരുവോണമല്ലേ, പിന്നെ തിരക്കുള്ള ദിവസം നല്ല രസമാണ്. ഇതുപോലെ എല്ലാവരുടെയും പുതിയ ഡ്രസ്സ്, ഓണക്കോടിയൊക്കെ കാണാമല്ലോ.
അതെനിക്ക് പേഴ്സണലി ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. ഈ അമ്പലത്തിൽ കല്യാണം അല്ലെങ്കിൽ ഓരോ പരിപാടികളൊക്കെ വരുന്ന സമയത്ത് നിറയെ ആളുകളെ കാണുക, അവരുടെ ഈ ഫെസ്റ്റീവ് ഔട്ട്ഫിറ്റ്സ് കാണുക എന്നുള്ളത്. നമസ്തയുടെ പാവാട നിങ്ങൾ ഈ സാഹചര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാവുള്ളൂ. നോക്കിയിട്ട് പറയാം പാവാട എങ്ങനെയുണ്ട്, തുണി കുറവാണെങ്കിലും പട്ടുപാവാട ഭംഗിയുണ്ടോ ഇല്ലേ എന്നുള്ളത് പറയാം കേട്ടോ. അപ്പോൾ ഏട്ടന് ആ ടീൽ ബ്ലൂ കളറിലുള്ള ഷർട്ട് ഉണ്ടായിരുന്നു, എന്നാലും ഈ ജീൻസിൻ്റെ ഷർട്ടാണ് കൂടുതൽ ഭംഗിയായിട്ട് എനിക്ക് തോന്നിയതുകൊണ്ട് അതിട്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് ആ ഷർട്ട് ഇട്ടതാണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ മാച്ചിങ് ആയനെ. അങ്ങനെ അമ്പലത്തിൽ വന്ന് തൊഴിലൊക്കെ കഴിഞ്ഞു. ഇന്ന് ഇവിടെ സോപാന സംഗീതം ഉണ്ട് സ്ഥിരമായിട്ട്. തിരുവോണത്തിൻ്റെ അന്ന് അഖിൽ യശ്വന്ത് എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടിയുടെ, നിങ്ങൾക്ക് സോപാനം ഇഷ്ടമുള്ളവരാണെങ്കിൽ ചിലപ്പോൾ ഈ കുട്ടീനെ അറിയുണ്ടാവും. കുട്ടിയുടെ പാട്ടുണ്ട്, ഞാൻ എന്തായാലും കുറച്ച് ഇതിൽ കൊടുക്കാം കേട്ടോ. തിരിയഞ്ചും ജോലിപ്പൂ കമ്പുടലേറി പുരി ചിന്തി തിളയ്ക്കും തീവട്ടി മുന്നിൽ വിളങ്ങി കാണി. അങ്ങനെ നമ്മൾ അമ്പലത്തിലെ പാട്ടൊക്കെ കഴിഞ്ഞ് അഖിലിൻ്റെ കൂടെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് തിരിച്ച് വന്ന് നല്ല ഓണസദ്യ ഉണ്ടാക്കി സദ്യ കഴിച്ചു കേട്ടോ. ഉച്ചതിരിഞ്ഞ് അനിയത്തിയും കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഉച്ചതിരിഞ്ഞാണ് ഞാൻ അവളുടെ ഈ ഒരു മദ്രാസ് കട്ടം ഡ്രസ്സ് തുന്നിയത്. നെക്സ്റ്റ് ഡേ രാവിലെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ എൻ്റെ വീട്ടിൽ പോയി അവിടെ നിന്ന് കുട്ടികളെ കൂടെ ഒരു ഫോട്ടോ എടുത്തു. അങ്ങനെ ഈ കൊല്ലത്തെ ഓണം കഴിഞ്ഞു കേട്ടോ.